നമ്മുടെ ഇന്നത്തെ ജീവിതം നമ്മൾ ഇന്നലെ വരെ എന്ത് ചിന്തിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാളത്തെ ജീവിതം നമ്മൾ ഇന്ന് എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരും. നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. ഉള്ളിലുള്ള സ്നേഹം ചിലപ്പോഴെങ്കിലും പ്രകടിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് മനസ്സിലാവാതെ പോയെന്ന് വരും. എന്തും തുറന്നു പറയാൻ ഒരാൾ ഉണ്ടാകുന്നതല്ല, പറഞ്ഞതൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ ഉണ്ടാകണം. കാതോർക്കുന്നവരേക്കാൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് നല്ലത്. നമുക്ക് ചുറ്റുമുള്ളവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മോശം സമയത്തിലൂടെ നാം കടന്നു പോകണം. അവഗണിക്കുന്നവരെ തേടിപ്പോകാതിരിക്കുക, പരിഗണിക്കുന്നവരെ മറന്നു പോകാതിരിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ സ്വന്തം മനസമാധാനത്തിന് പ്രാധാന്യം നൽകുക. കാണുന്ന എല്ലാവരോടും നിങ്ങളുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും പറയാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ സ്ഥാനമാണ് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുക. നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ച് മാത്രം മറ്റുള്ളവർ പ്രവർത്തിക്കണമെന്ന് വാശി പിടിക്കരുത്. അവർക്കും ചിന്തകളും ആശയങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. കാലം നമുക്ക് ഓരോ അവസരങ്ങൾ തരും, ചിലരെ മനസ്സിലാക്കുവാനും ചില പാഠങ്ങൾ പഠിക്കുവാനും. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആകരുത് നമ്മുടെ ജീവിതം. കാരണം 1000 ശരികൾക്കിടയിലും അവർ തിരിയുന്നത് ഒരു തെറ്റിനെ ആയിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം കണ്ടെത്തുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുവാനും അതിൽ സങ്കടപ്പെടാനും നിങ്ങൾക്ക് സമയമുണ്ടാകില്ല. നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യരുത്. സൂര്യനെ ചന്ദ്രനുമായി താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. രണ്ടും അവയുടെ സമയം വരുമ്പോൾ പ്രകാശിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ഒരുപാടൊന്നും വേവലാതിപ്പെടുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. അത് നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും നഷ്ടപ്പെടുത്തും. കഴിഞ്ഞുപോയ ഇന്നലെകളുടെ അടിമകൾ ആകാതിരിക്കുക. വരാനിരിക്കുന്ന നാളെയുടെ യജമാനൻ ആകാതിരിക്കുക. നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ സുഹൃത്തായി ജീവിക്കുക. ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. ഒന്ന്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. മറ്റൊന്ന്, സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരെ അനാവശ്യമായി ഇടപെടുത്താതിരിക്കുക. എന്തെങ്കിലും ഒരു കഴിവ് ഇല്ലാത്തവരായി ആരും ജനിക്കപ്പെടുന്നില്ല. സ്വന്തം കഴിവുകളെ തിരിച്ചറിയാത്തതുകൊണ്ടാണ് ലോകം അവരെ കാണാതെ പോകുന്നത്. ജീവിതത്തിൽ സന്തോഷിക്കുവാൻ 2 വഴികളുണ്ട്. ഒന്ന്, സന്തോഷകരമല്ലാത്ത സാഹചര്യങ്ങളെ തീർത്തും ഒഴിവാക്കുക. 2, അത്തരം സാഹചര്യങ്ങളോടുള്ള മനോഭാവത്തെ മാറ്റുക. നിങ്ങളുടെ മൗനത്തേക്കാൾ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന് തോന്നുന്ന ഇടങ്ങളിൽ മാത്രം സംസാരിക്കുക. നിങ്ങളുടെ ഭൂതകാലം എന്തു തന്നെയായാലും അത് സ്വയം അംഗീകരിക്കുക. വർത്തമാനകാലത്തിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കുക. ഭാവി കാലത്തെ ഭയമില്ലാതെ അഭിമുഖീകരിക്കുവാൻ തയ്യാറാവുക. നാം സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെയും നഷ്ടപ്പെടുത്തരുത്. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടിയെന്ന് വരില്ല.